Good morning, sir. Yes, come in. Sit down, please. Okay, so this is your file. I understand you have done SSLC from Kerala. Very good, wonderful. And I see you have got 93% marks for English and 90% marks for Hindi. That's wonderful. You are actually looking for such a candidate for our customer relation department. So you need to speak to the customers. Okay. So if you have an English speaking customer, how do you approach him and how do you show him around the place? Sir, English എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. What? You don't know how to speak English? I thought you got 93% marks in English. Okay. तो Hindi आपको तो 90% marks है. We get some local customers who speak purely Hindi. So this is good. You have 90% marks. अच्छा जरा बताइए, अगर आप ये कस्टमर आएगा तो हिंदी में उससे कैसे बात करता है? मैं हिंदी बोलता है, बोलती हूँ, बोलता हूँ, मैं हिंदी बोलता हूँ. आपका फैमिली क्या करता है? करतदो സാർ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ എൻ്റെ ഫാമിലി കറുത്താണെന്ന് പറയരുത് പ്ലീസ്. പകലേ ക്യാ സർ? പകൽ മാത്രമല്ല, ഉച്ചക്കും ജോലി ചെയ്യാം. See, my dear friend, you claim you have got 93% marks in English and 90% in Hindi. You don't know how to speak English. You don't know how to speak Hindi. What did you learn all these years in Kerala syllabus school? അത് സാർ, ഇംഗ്ലീഷ് നമുക്കിപ്പോൾ ഷേക്സ്പിയറിൻ്റെ പ്ലേസ് ഒക്കെ അറിയാം, ഒഥല്ലോ, ഇങ്ങനെയൊക്കെ, മാക്ബത്ത്. പിന്നെ അനോട്ടേഷൻ, അഡ്വർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അഡ്ജക്റ്റീവ്, എസ്സേ റൈറ്റിംഗ് അറിയാം. പിന്നെ ഹിന്ദിയിൽ നമ്മളിപ്പം കബീർ കാ ദോഹ, തുളസി കാ ദോഹ, പിന്നെ യാത്രാ വിവരം ഹിന്ദിയിൽ എല്ലാം കാണാപ്പാടം പഠിച്ച സാർ എഴുതുന്നത്. എല്ലാം കാണാപ്പാടം പഠിച്ച് എഴുതിയിട്ടാണ് എനിക്ക് മാർക്ക് കിട്ടി. ഞാൻ നല്ല ഭാഷ സംസാരിക്കാൻ അറിയില്ല സാർ. കേരളത്തിൽ 10-12 വർഷം ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കുന്ന കുട്ടികളുടെ സ്ഥിതിവിശേഷമാണിത്. എത്ര മാർക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു ഭാഷ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എത്ര തന്നെ മാർക്ക് കിട്ടിയാലും ആ ഭാഷ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും സ്കൂൾ തലത്തിലുള്ള ഹെഡ് മാസ്റ്റർമാരോടും എല്ലാവരോടുള്ള അഭ്യർത്ഥനയാണ്, നിങ്ങൾ കുട്ടികളുടെ സമയം 10-12 വർഷം വേസ്റ്റ് ചെയ്യാതെ ഒരു ഭാഷ പഠിപ്പിക്കുന്നെങ്കിൽ അത് സംസാരിക്കാൻ ആദ്യം പഠിപ്പിക്കുക, ബാക്കിയെല്ലാം പിന്നീട് ആയിക്കോട്ടെ.